എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. ഇഷ്ടമുള്ള സമയത്ത് വീതിച്ചെടുക്കാം കേട്ടോ. ഞാൻ എഴുന്നേറ്റ സമയം പക്ഷേ എല്ലാ വീക്കെൻഡും പോലല്ല. ഇന്ന് ഞാൻ ഇച്ചിരി നേരത്തെ എഴുന്നേറ്റു. ഇനി ബിരിയാണി കിട്ടിയാലോ, വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ. അതുകൊണ്ട് മാത്രമല്ല കേട്ടോ, ഇന്നലെ ഞാൻ ഒത്തിരി ലേറ്റായി, ഒരു 2:33 ആയി കിടന്ന് ഉറങ്ങിയപ്പം. നമ്മുടെ ആ കുഞ്ഞാലിൻ്റെ വീഡിയോ ഒക്കെ കണ്ട് സത്യം എനിക്കങ്ങ് സങ്കടമായി. അത് കണ്ട് ആർക്കാ സങ്കടം വരാത്തല്ലേ? പ്രത്യേകിച്ച് ആംബുലൻസ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കയറിയവർക്കാണേ ചങ്ക് പൊട്ടിപ്പും. എനിവേ അതൊക്കെ പോട്ടെ. ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നതിന് വേറൊരു കാരണം കൂടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, ഞങ്ങളുടെ കട്ടിലെ ഞങ്ങൾ എത്ര പേരാ കിടക്കുന്നതെന്ന്. ഇനി ഇവിടെ ഞാൻ എവിടെ കയറി കിടക്കാനാ? എനിക്കാണെങ്കിൽ ഇട പോലും ഇല്ലാതൊന്ന് തിരിയാൻ പോലും. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല എൻ്റെ ദുഃഖം. വലിയൊരു കട്ടിലുണ്ട്, പക്ഷേ ആ കട്ടിലേൽ എത്ര പേരാ കിടക്കുന്നതെന്ന് നോക്കി. തിരുവനന്തപുരം മൃഗശാലയെ പോലും ഇത്ര ആൾക്കാർ കാണുകയില്ല. അതിൻ്റെ കൂടെ ഒരു ഇത്തിൽക്കണ്ണി പോലും ചെറുക്കൻ അപ്പനെ ഒട്ടിപ്പിടിച്ച് പോയി കിടപ്പുണ്ട്. നിങ്ങൾ പറ, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇനി എവിടെ കയറി കിടക്കാൻ വേണ്ടിയിട്ടാണ്? ഇതില്ലാതെ ആ സാധനം ഇട്ട് കിടക്കുമോ? അതുമില്ല. എന്നാൽ മാറിക്കിടക്കാൻ വേണ്ടിയിട്ടാണ് വേറെ മുറി സെറ്റപ്പ് ചെയ്തതും ബെഡ് വാങ്ങിച്ചു കൊടുത്തതും അവൻ പറഞ്ഞ പോലെ ബങ്ക് ബെഡും എല്ലാം വാങ്ങിച്ചു. പക്ഷെ അതെല്ലാം അവിടെ വെറുതെ വാങ്ങിച്ചിട്ടതല്ലാതെ ഒരു പ്രയോജനം ഉണ്ടായില്ല. ആരോട് പറയാൻ? ഹാപ്പി വാലന്റൈൻസ് ഡേ. തരാം. നിങ്ങൾക്ക് ഞാനത് ഏറ്റവും വലിയ ഗിഫ്റ്റ് ആ ഹോളിൽ ഇരിപ്പാണ്. പല്ല് തേച്ചായിരുന്നോ? ജസ്റ്റ് അതിനകത്ത് ആ പുട്ടുപൊടി ഞാൻ വേണ്ടേ ഒന്ന് എടുത്തരാം. പുട്ടുണ്ടാക്കാൻ. പിന്നെ വാലന്റൈൻസ് ഡേക്ക് എന്നാ പറ? വാലന്റൈൻസ് ഡേ ആയിട്ട് എന്നാ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ? കുഴപ്പമൊന്നുമില്ലെന്നാ. പാത്രം അടുക്കളയുടെ ചാവി താക്കോലും എന്ത് വേണേലും ഉണ്ടാക്കിക്കോ. അപ്പൊ ശരി എന്നാലേ. എനിക്കുള്ള ജസ്റ്റിയുടെ വായിക്കൂടെ കയറാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയപ്പോ ബിരിയാണി കൊണ്ട് വന്നില്ലേ? വാലന്റൈൻസ് ഡേ അല്ലേ, കുക്ക് ചെയ്തു. എന്നിട്ട് എന്നെ വിളിച്ചേക്കണേ, കുറച്ചേരം ഫോണൊക്കെ കുത്തിരിക്കട്ടെ. അപ്പൊ ഹാപ്പി വാലന്റൈൻസ് ഡേ.